വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വഴിക്കടവ് ഡിവിഷനിൽ നിന്നും നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ശ്രീമാൻ ലത്തീഫ് സാഹിബ് ഇപ്പോൾ നമ്മോടൊപ്പം കൂടുകയാണ്. രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണോ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്? ഞാൻ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ആദ്യമായിട്ടാണ്. ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിച്ചിട്ടുണ്ട്. പ്രിയങ്കരനായിരുന്ന നിലമ്പൂരിൻ്റെ MLA ആര്യാടൻ മുഹമ്മദ് മുതൽ ഇങ്ങോട്ട് ഒരുപാട് പേർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിച്ചൊരു വ്യക്തിയാണ്. ഇപ്പോഴാണ് ആദ്യമായി ഒരു സ്ഥാനാർത്ഥിയാകുന്നതും ഒരു പാർലമെന്ററി രംഗത്തേക്ക് വരുന്നത് മത്സരിക്കുന്നത്. വളരെയധികം പരിചയമുള്ള ആളാണ്. എല്ലാ പ്രവർത്തനത്തിലും ജീവകാരുണ്യ പ്രവർത്തനത്തിലൊക്കെ നല്ലൊരു പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ്. വഴിക്കടവ് പഞ്ചായത്തിലെ ഏതൊക്കെ വാർഡുകളിൽ അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലത്താണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്? ഞാൻ വഴിക്കടവ് പഞ്ചായത്തിലെ 6, 7, 8, 9, 10, 11, 13 വാർഡുകൾ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് അങ്ങാടി, വഴിക്കടവ്, വെള്ളക്കട്ട, കാരക്കോട്, മണൽപ്പാടം, കമ്പളക്കല്ല്, വള്ളിക്കാട് ഈ 7 വാർഡുകളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് നിലമ്പൂർ ഡിവിഷനിലേക്ക് ബ്ലോക്ക് ഡിവിഷനിലേക്ക് മത്സരിക്കുന്നത്. ഈ 7 സ്ഥലങ്ങളിലും വിജയിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് പ്രവർത്തനം അല്ലെങ്കിൽ എന്ത് വികസനമാണ് നിങ്ങൾ ചെയ്തു കൊടുക്കുക? ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായി താഴെത്തട്ടിൽ കിടക്കുന്ന ആളുകളുടെ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിലൊന്ന്. നമ്മൾ വീടുകൾ കയറുമ്പോൾ, ആളുകളെ നേരിട്ട് കാണുമ്പോൾ, അവരുടെ വീട്ടിലേക്കൊക്കെ ചെല്ലുമ്പോഴാണ് നമ്മൾ അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്നത്. എന്ത് ഇല്ല എന്ന് പറഞ്ഞാലും പലപ്പോഴും നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകൾ കാണാറുണ്ട്. ഇപ്പോഴും കയറിക്കിടക്കാൻ വീടില്ലാത്തവരെന്ന് മാത്രമല്ല, വീട് വെക്കാൻ ഒരു പിടി മണ്ണ് പോലും ഇല്ലാത്തവർ നമ്മുടെ ചുറ്റിലുമുണ്ട്. അവരുടെ സങ്കടങ്ങളൊക്കെ കേൾക്കുമ്പോൾ വല്ലാതെ കണ്ണ് നിറഞ്ഞു പോകാറുണ്ട്. ഇത്തരത്തിൽ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ജീവൽഗന്ധിയായ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ കൂടെ നിൽക്കണമെന്നും അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കും എന്നുമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിലെ വാർഡുകളിലെ വോട്ടർമാരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടമല്ല, ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമുണ്ട്. വളരെ സൗഹൃദത്തോടു കൂടിയുള്ള ഒരു മത്സരം നടക്കുന്ന പ്രദേശമാണ് നമ്മുടേത്. ആ രൂപത്തിൽ തന്നെ ഈ മത്സരങ്ങളൊക്കെ കാണണമെന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. നമ്മുടെ നാടിൻ്റെ സംസ്കാരം, ഈ സാഹോദര്യം, നമ്മളുടെ നാടിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു സൗഹൃദാന്തരീക്ഷം അത് തകർക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ ശക്തികളോട് അകന്നു നിൽക്കുകയും അവർക്കെതിരെ വിധിയെഴുതാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു അവസരമാണിത്. നിങ്ങളെല്ലാവരും വളരെ താല്പര്യത്തോടു കൂടി കൂടെ നിൽക്കുക. നിലമ്പൂർ ബ്ലോക്കിലേക്ക് വഴിക്കടവ് ഡിവിഷനിൽ നിന്ന് ഞാൻ മത്സരിക്കുകയാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി. കോണി അടയാളത്തിൽ എനിക്ക് വോട്ടുകൾ നൽകി നിങ്ങളുടെ സ്നേഹവും കരുതലും പ്രാർത്ഥനയോടും കൂടി എനിക്ക് വോട്ടുകൾ നൽകി നിങ്ങൾ എന്നെ വിജയിപ്പിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകരും അവർക്ക് അവരുടേതായ ചിഹ്നങ്ങളിൽ വോട്ട് നൽകിക്കൊണ്ട് അവരെ വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് എല്ലാവരോടും വളരെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്താനുള്ളത്, അഭ്യർത്ഥിക്കാനുള്ളത്.